സംഭവമൊന്നുമില്ല, നോയ്സിൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് വാച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പുതിയ സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയും. എന്നിട്ട് ബ്ലഡ് മോണിറ്റർ ചെയ്യാം, സ്ട്രെസ് മോണിറ്റർ ചെയ്യാം, ബ്ലൂടൂത്തിൽ അഥവാ എങ്ങാനും കോൾ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. സ്ഥിരം പരിപാടി തന്നെ അല്ല എന്ത്. എന്നാൽ ഇതങ്ങനെയല്ല. അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു സ്മാർട്ട് വാച്ചിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? എന്താ വേണ്ടത്? വലിയ ഡിസ്പ്ലേ ഉണ്ടോ സുഹൃത്തെ? ഉണ്ടടേ. ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അത്യാവശ്യം ഡിസ്പ്ലേ വലിപ്പമുണ്ട് എന്നുള്ളത്. മാത്രമല്ല നല്ല ഡിസ്പ്ലേ ആണ്. ആ വാച്ചിൽ തന്നെ കോൾ എടുത്തിട്ട് അതിൽ തന്നെ സംസാരിച്ചിട്ട് അതിൽ തന്നെ കേൾക്കാൻ പറ്റുമോ? ഇതിൽ നമുക്ക് കോൾ എടുക്കാനും പറ്റും, നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാനും പറ്റും, ഇതിൽ നിന്ന് തന്നെ കേൾക്കാനും പറ്റും. പോരെ? പിന്നെ ഇതിന് അലക്സ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഉണ്ട്. ടെക്സ്റ്റ് മാത്രം കാണിക്കുന്നതല്ല, ഇതിൽ നമുക്കിത് കേൾക്കാനും കൂടി പറ്റും. അലക്സ പറയുന്നതൊക്കെ കേൾക്കാനുള്ള സംവിധാനം കൂടി ഉണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അലക്സ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. അതാണ്. പിന്നെ ഇതിന് സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ്, ആ ചോദ്യം ഒരു സ്മാർട്ട് വാച്ച് റിവ്യൂ ചെയ്യാൻ വന്നാൽ എന്നോട് വേണ്ടായിരുന്നു സ്റ്റോറേജ് ഉണ്ടോന്ന്. എന്നാൽ അതും ഉണ്ട്. ബാറ്ററി ലൈഫ് എത്ര കിട്ടും? ആ പറഞ്ഞതിൽ ചെറിയൊരു വിഷയമുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ പാക്കലാം. എന്നാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലടേ. 8000-ന് മുകളിൽ എന്തായാലും പ്രൈസ് വരും. എന്നാൽ അത്രയൊന്നും വരുന്നില്ലടേ. അപ്പോൾ നോയ്സിൻ്റെ ColorFit Pro Alpha എന്ന ഈ ഒരു ന്യൂ സ്മാർട്ട് വാച്ചിൽ ഈ ചോദിച്ചതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനപ്പുറമുള്ള കുറച്ച് ഫീച്ചേഴ്സും ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Hello one, this is Fawaz, you're watching Topics. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുള്ളതാണ്. അപ്പോൾ ചടപടയെന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു കുട്ടി ബോക്സ് ആണ്. ചെറിയ ബോക്സ് ആണല്ലേ. അല്ല, പിന്നെ സ്മാർട്ട് വാച്ചിനൊക്കെ പിന്നെ ആ ചെയറിൻ്റെ ബോക്സിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുമല്ലോ. ശരിയാണ്, മൊത്തത്തിൽ അങ്ങോട്ട് കൊഴിപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതേപോലൊരു ബോക്സിനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കവറൊക്കെ അങ്ങോട്ട് വലിച്ച് വാരി അങ്ങോട്ട് ഒഴിവാക്കി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വാരി വലിച്ച് കുറച്ച് സ്റ്റിക്കേഴ്സ്, അതേപോലെ യൂസർ മാനുവല്, കുറച്ച് ഫോട്ടോസ്, കുറച്ച് പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ മെയിൻ സാധനം സ്മാർട്ട് വാച്ച് ലഭിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഈ ഒരു സാധനം ചാർജിങ് കേബിളും കൂടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റുഭാഗത്തും ഒരു റോസ് ഗോൾഡ് കൊണ്ടാണ് കോട്ടിംഗ് ചെയ്തിട്ടുള്ളത്. റെക്ടാങ്കിൾ ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ മെറ്റാലിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കയ്യിലിടുന്ന സമയത്തും പിടിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രാപ്പ് സിലിക്കൺ കൊണ്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണെന്ന് പറയാം. ഈ ഒരു കളർ വരുന്നത് സ്മോക്കി ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് സ്ട്രാപ്പിന്റെ കളർ. സ്ട്രാപ്പിന്റെ കളർ മാറുന്നതിനനുസരിച്ച് ഡയലിന്റെ കളറും മാറിക്കൊണ്ടിരിക്കും. പല കളർ വേരിയന്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ലൈം ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വേരിയന്റ് ആണ്. ഇതിൻ്റെത് ഒരു സിൽവർ കോട്ടിംഗ് ആണ് ഡയലിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം എല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്ന പോലെ തന്നെ സ്ട്രാപ്പ് ഡിറ്റാച്ചബിൾ ആണ്. ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ കളേഴ്സും എന്ത് വേണമെങ്കിലും സ്ട്രാപ്പൊക്കെ നമുക്ക് മാറ്റി ഇടാൻ പറ്റും. 5 ATM വാട്ടർ പ്രൂഫ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നീന്തുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ വീണാലോ ഒന്നും വലിയ ഇഷ്യൂസ് ഒന്നും വരാനില്ല. എങ്കിലും ശ്രദ്ധിക്കുക, കാരണം കമ്പനികളൊക്കെ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ വെള്ളം നനയോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാലൊന്നും പ്രോബ്ലം ഇല്ല. വാച്ച് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് ഡിസ്പ്ലേ എന്നുള്ളത്. ഇതിന് നമുക്ക് വരുന്നത് 1.69 അത്യാവശ്യം സൈസ് ഉള്ള TFT LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ TFT ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ നോക്കുമ്പോൾ ഒക്കെ നല്ല ബ്രൈറ്റ്നസ്, 500 nits ബ്രൈറ്റ്നസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഒരു വിഷ്വലിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേ ആണ് എങ്കിലും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സൈസും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. വാച്ച് ബേസും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് വാച്ച് പോലെ തന്നെ വാരിക്കോരി ചപ്പ് ചവറായിട്ട് അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 100+ ക്ലൗഡ് ബേസ്ഡ് ആയുള്ള വാച്ച് ബേസുകൾ നോയ്സിൻ്റെ ആപ്പ് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി ഇടാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, നമുക്കിങ്ങനെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. 10 വാച്ച് ബേസുകൾ വരെ ഇതിൽ ലോഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഇപ്പോൾ ഒരു പച്ച ഡ്രസ്സ് ഇടുന്ന സമയത്ത് പച്ച വാച്ച് ബേസ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ആപ്പിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വെക്കാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അതിൽ ആനയോ കുതിരയോ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതേപോലൊക്കെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തൊരു സാധനമാണ്. നിങ്ങൾക്കും അതൊരു മിസ്സിങ് ആയിരിക്കും. സാധാരണ ലോക്കൽ തറവാട് ഏതാ കുടുംബം ഏതാണെന്ന് അറിയാത്ത ലോക്കൽ
ലോക്കൽ സ്മാർട്ട് വാച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഒരു വാച്ചുകളിൽ ഈ സാധനം ഈ സൈഡിലുള്ള ഈ ക്രൗൺ അത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ആകുന്ന ഒരു സംഭവം കാണാൻ പറ്റും. വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എങ്കിലും അതൊരു രസമാണ്. അപ്പോൾ അത് ഇതിലില്ല, ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, ഞെക്കി കളിക്കാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇനി ഇതിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ്, സാധാരണ നമുക്ക് എല്ലാ സ്മാർട്ട് വാച്ചിലും ബ്ലൂടൂത്ത് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വരും, അത് നമുക്ക് കട്ട് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള സൈലൻ്റ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷന് അത് ഇതിലുണ്ട്. അല്ലാതെ നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു സ്പീക്കർ വരുന്നുണ്ട്, മൈക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമുക്ക് കോൾ ചെയ്താലോ അല്ലെങ്കിൽ നമുക്കിതിൽ നിന്ന് കോൾ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാനും അത് കേൾക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു കോൾ വിളിക്കാം. ഹലോ രേഷേട്ടാ, നല്ല സുഖമായിട്ട് പോകുന്നു. പിന്നെ ഞാനിപ്പോൾ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്മാർട്ട് വാച്ചിൽ നിന്നാണ്. അത് പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്മാർട്ട് വാച്ചാണ്, നോയ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ, അതിൻ്റെ എന്താ സ്പീക്കറിന് ക്ലാരിറ്റി ഉണ്ടോ അതേപോലെ മൈക്കിന് ക്ലാരിറ്റി ഉണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താ. എന്താണ് പാട്? സംഭവം കേൾക്കാം. അപ്പോൾ ശരി, ഞാൻ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചാണ്. ഓക്കെ, ശരി. അപ്പോൾ കണ്ടില്ലേ, വലിയ ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത്രയൊക്കെ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുന്ന മൈക്കിൻ്റെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ കുറവായിട്ട് നമുക്ക് തോന്നും. പിന്നെ ആരും ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാമല്ലേ. ഒരു ഫീച്ചർ ഉണ്ട്, കൊള്ളാം. നോയ്സ് ബസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് വേണമെങ്കിൽ ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ കോൾ വിളിച്ചിട്ട് ഇതിൽ നിന്ന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കും. ഇതേപോലെ തന്നെ നമ്മൾ വിളിച്ചുള്ള കോൾ ഹിസ്റ്ററീസ് ഇതിൽ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ അലക്സ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇറങ്ങുന്ന ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്ന സ്മാർട്ട് വാച്ചിലും ഇതിന് താഴെയുള്ളതിലൊക്കെ അലക്സ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ സ്പീക്കർ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ അലക്സയോട് എന്തെങ്കിലും ചോദിച്ചാലോ കമാൻഡ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് മാത്രം വായിച്ചെടുക്കുകയല്ല, അത് നമുക്ക് വായിച്ച് തരികയും ചെയ്യും. സാധാരണ നമ്മൾ അലക്സയ്ക്ക് യൂസ് ചെയ്യുന്ന സ്പീക്കറൊക്കെ ഉള്ള അലക്സ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന് നമുക്ക് ഓൺ ബോർഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. അത് അത്യാവശ്യം യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. പക്ഷേ സ്റ്റോറേജ് ഉണ്ടെന്ന് വിചാരിച്ച് അതിൽ ഫോട്ടോസും വീഡിയോസും കണ്ട ഫയൽസും ഫിലിമൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. മ്യൂസിക് ലോഡ് ചെയ്യാം. ഏകദേശം 500 MB അടുത്താണ് നമുക്കിതിൽ സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 80+ സോങ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് മ്യൂസിക്കിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ വാച്ച് മ്യൂസിക് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മ്യൂസിക് ഇതിൻ്റെ സ്പീക്കറിലൂടെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേപോലെ TWS ഇയർഫോൺസ് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മൊബൈൽ ഫോണിനൊന്നും ആവശ്യമില്ല. മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇയർഫോൺ വെച്ചിട്ട് നമുക്കത് കേൾക്കാനും സാധിക്കും. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ അതില്ലാതിരിക്കില്ലല്ലോ. മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ളത് നമുക്ക് ഇതിൽ തന്നെ പൗസ് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, ബാക്ക്വേഡ് ചെയ്യാം, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ എല്ലാത്തിലുള്ളതാണ്, വലിയ സംഭവമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, അതുണ്ട്. പിന്നെന്താ, സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. 100+ സ്പോർട്സ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതും എല്ലാം കാറ്റഗറി ആയിട്ട് നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോയ്സിന് മാത്രമുള്ള നോയ്സ് ഹെഡ്സ്യൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് നോയ്സിന് മാത്രമുള്ളതാണുള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ള സ്മാർട്ട് വാച്ചിലൊക്കെ ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ വാരി വരിച്ചിട്ടത് അവർ ഒരു ഇതിലേക്ക് മാറ്റി വെച്ചു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയുള്ള തരികിട തന്നെയാണ്. ബ്ലഡ് ഓക്സിമീറ്റർ ഉണ്ട്, സ്ട്രെസ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, 24 hours into 7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഫീമെയിൽ സൈക്കിൾ ട്രാക്കിങ്, ടെമ്പറേച്ചർ സെൻസറിങ്, 24 hours നോയ്സ് ഡിറ്റക്ഷന്, ബ്രീത്ത്, ഇങ്ങനെയുള്ള സകല കലാ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് 1-2 സംഭവം നോക്കും, പിന്നെ ജന്മത്തിൽ നോക്കുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ സോഷ്യൽ മീഡിയ ക്വിക്ക് റീപ്ലൈ എന്ന് പറഞ്ഞൊരു സാധനം ഇതിലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിത് ഇങ്ങനെയൊക്കെ ടച്ച് ചെയ്തിട്ട് ഒന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താണാവോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, കാരണം ഇതിൽ തന്നെ ടോർച്ചും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഈ ടോർച്ചിൻ്റെ ആവശ്യമില്ല. 5 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി പറയുന്നത്.
കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാക്സിമം 3 ദിവസമൊക്കെ വിചാരിച്ചാൽ മതി, അത്രയ്ക്ക് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ സ്പീക്കർ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യാം, അലക്സ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫീച്ചറുകളൊക്കെ തരുമ്പം അതിനനുസരിച്ച് ബാറ്ററി കുറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ബാറ്ററി ഇത്രയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മാഗ്നറ്റിക് കേബിൾ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ബോക്സിൽ 8,999 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറച്ചിട്ടുണ്ട്. അത് എല്ലാ ബ്രാൻഡും ചെയ്യുന്നതാണ്, ഒരു ബന്ധമില്ലാത്ത പ്രൈസൊക്കെ ആയിരിക്കും ഇതിൽ മേലിടുക. പക്ഷെ നമുക്ക് ആ ഒരു ഇറങ്ങുന്ന സമയത്ത് 5,499 രൂപയ്ക്ക് കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 5,999 രൂപയ്ക്കായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണോ, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ, എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ലിങ്കും പർച്ചേസിംഗ് ലിങ്കും ഒക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. ഫസ്റ്റ് ദിവസങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 500 രൂപ ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആയിരിക്കും വരിക. നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകളായിരിക്കും നമുക്ക് പുതിയ വീഡിയോകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യൽ മസ്റ്റ് ആണ്. കാരണം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ കമൻറ്റ് നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് അടുത്തടുത്ത വീഡിയോകളൊക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.